ഏത് ബന്ധമാണെങ്കിലും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇമോഷണലി ഡോമിനൻ്റ് ആവുകയും പ്രശ്നങ്ങളെ കൂടുതൽ വലുതായി കാണുകയും നമ്മൾ ചെയ്യുന്നു. ഒരു പ്രശ്നമുണ്ടായാൽ മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിലെ പ്രശ്നം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന വീഡിയോസ്, അതിനകത്തുള്ള കണ്ടന്റ് നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമുക്കറിയാം, ഒരു മിനിറ്റിനുള്ളിലേക്കൊക്കെ ഒരു വീഡിയോ കംപ്രസ് ചെയ്ത് നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൽ തരുന്ന ഇൻഫോർമേഷൻസും എല്ലാം ഒന്നും നമ്മളിലേക്ക് എത്തിക്കാൻ അവർക്ക് എന്തായാലും കഴിയില്ല. അവയർനെസ്സിനൂടെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പ്രൊമോഷന് വേണ്ടിയോ ഇടുന്ന വീഡിയോസ് കാണുമ്പോൾ ഇതൊക്കെ നമ്മളെ ബന്ധങ്ങളിലുള്ളതായിട്ട് ഇമോഷണലായ സമയത്ത് തോന്നുകയും ചെറിയ അറിവിലൂടെ പ്രിമച്വറായിട്ട് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. നാർസിസിസ്റ്റിക്, OCPD ഇത്തരം പേഴ്സണാലിറ്റി ട്രൈറ്റുകളുടെ ഒരു മിക്സ്ചറാണ് എല്ലാ പേഴ്സൺസും. ഉദാഹരണത്തിന് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിനകത്ത് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റുകളെ പറ്റി പറയുന്നുണ്ട്. ചില ടിപ്പുകളിൽ പറയുന്നത് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിന് പാർട്ണറും കൂടെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നാണ്. ഈ ടിപ്പുകളും കൂടി ആകുമ്പോൾ നമുക്കറിയാം ബന്ധങ്ങൾ നശിക്കാൻ മറ്റൊന്നും വേണ്ട. നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അതിനു വേണ്ട പരിഹാരങ്ങൾ നമുക്ക് നേടാൻ കഴിയും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നല്ലേ? ബന്ധങ്ങളെന്നല്ല, എങ്ങനെ വരുന്ന ഇമോഷണലായ ഡിസ്റ്റർബൻസ് ആണെങ്കിലും ആ സമയങ്ങളിൽ ഫോൺ ഉപയോഗിക്കുന്ന രീതി നമ്മൾ പൂർണ്ണമായി നിർത്തണം. നമുക്കറിയാം, നമ്മളുടെ ഏറിയ സമയവും നമ്മൾ ഫോണുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സോഷ്യൽ മീഡിയ ഇമോഷണലായ സമയത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ പരമാവധി റെസ്ട്രിക്റ്റ് ചെയ്യുക. എപ്പോഴും ആ വീഡിയോസിൻ്റെ അകത്ത് നമ്മൾക്കറിയാത്ത പല കാര്യങ്ങളും അടിയിൽ NB കൊടുത്ത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളെ ലോജിക്കൽ സ്കിന്നിനെ പവർഫുള്ളാക്കും. സ്ഥിരമായി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടേണ്ടതുണ്ട്. പ്രൊഫഷണൽസിൻ്റെ ഭാഗത്തുള്ള ഏത് സപ്പോർട്ടും മോശമെന്ന് കരുതാതെ എൻ്റെ ഗ്രോത്തിൻ്റെ ഭാഗമാണെന്നുള്ള സമീപന രീതി ട്രീറ്റ്മെൻറ്റിന് വളരെ യൂസ്ഫുള്ളാണ്. കാരണം ബന്ധങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധങ്ങൾ പോലെ തന്നെയാണ് നമ്മളുടെ സോഷ്യലൈസേഷൻ, സ്കൂൾ ലൈഫ്, ജോലി സ്ഥലങ്ങൾ, ഒരു പുതിയ സ്ഥലം, നമ്മളെ ചില പ്രായം, ഇതൊക്കെ പോലെ തന്നെ ഒരു സ്പേസാണ് ചില ബന്ധങ്ങളെന്ന് പറയുന്നത്. അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ സ്വയം മറികടക്കുമ്പോൾ നമ്മുടെ ഗ്രോത്ത് കുറച്ചുകൂടി സ്മൂത്ത് ആവുന്നു, നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് ലിവ് ചെയ്യാൻ പറ്റുന്നു. ഗ്രോത്ത് പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്നും കൂടിയുള്ള തിരിച്ചറിവ് നമ്മളെ കൂടുതൽ ഹാപ്പിയായി ജീവിക്കാൻ സഹായിക്കും. ബ്ലെയിമിന് പകരം ആക്സെപ്റ്റൻസ് നമ്മളെ കൂടുതൽ ഹെൽത്തി ആക്കി കൊണ്ടുപോകാൻ സഹായിക്കും.